ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഒരു വിശ്വാസ സത്യമായിട്ട് സഭ പ്രഖ്യാപിച്ചത് 1854 ഡിസംബർ മാസം 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പയാണ്. പരിശുദ്ധ കന്യകാമറിയം പാപരഹിതയായിട്ട് ജനിച്ചു എന്നുള്ളത് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കത്തോലിക്ക സഭയിലെ 4 കാര്യങ്ങളാണ് വിശ്വാസ സത്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യത്തേത്, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്, മദർ ഓഫ് ഗാഡ്. ഇവിടെ എനിക്കൊരു കാര്യം നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൽ 3 ആളുകളാണ്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണ്. ഈശോയ്ക്ക് ജന്മം കൊടുത്ത അമ്മയാണ്. പരിശുദ്ധ അമ്മ ദൈവമാതാവ് എന്ന് വിളിക്കുന്ന ഈശോ ദൈവമായതുകൊണ്ടാണ്, അല്ലാണ്ട് പരിശുദ്ധ അമ്മ ദൈവമായതുകൊണ്ടല്ല. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ദൈവമൊന്നുമല്ല. പരിശുദ്ധ അമ്മ ദൈവമായ ഈശോയുടെ അമ്മയായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ കൊണ്ടാടുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചില വിശ്വാസത്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മദർ ഓഫ് ഗാഡ്. രണ്ടാമത്, സഭ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള വലിയ ഒരു അംഗീകാരമാണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. അമ്മ ജനിച്ചത് പാപമില്ലാതെയാണ്. പാപമില്ലാതെ ജനിച്ച അമ്മയാണ്. ഹവ്വ മൂലം ആദവും പാപത്തിലേക്ക് വീഴാൻ ഇടയായി. അതിൻ്റെ പരിണത ഫലമായിട്ട് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും പാപം തീണ്ടിയവരാണ്. ഈ പാപം തീണ്ടാതെ ജനിക്കാൻ പരിശുദ്ധ അമ്മയെ ദൈവം അനുവദിച്ചു എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവയായി ജനിച്ചത്, പാപമില്ലാത്തവളായി. അതൊരു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയുടെ ഇടപെടലാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് അമ്മ കന്യകയാണ്. അമ്മയും കന്യാത്വവും തമ്മിൽ നിങ്ങൾക്കറിയാം, അത് ഒരിക്കലും ഒന്നിച്ചു പോകുന്നതല്ല. പുരുഷൻ്റെ സംസർഗത്തിലൂടെയാണ് ഒരാൾ അമ്മയാകുന്നത്. അമ്മയായ ആൾ പിന്നെ കന്യകയല്ല. പക്ഷെ മറിയം യൗസേപ്പുമായിട്ട് ലൈംഗിക വേഴ്ചയിൽ ഉണ്ടായിട്ടില്ല. ലൈംഗിക വേഴ്ചയിലൂടെയല്ല ഈശോ ജനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറിയം കന്യകയാണ് എന്ന് സഭ വിശ്വസിക്കുന്നത്. നാലാമതായിട്ട് മറിയത്തിൻ്റെ സ്വർഗാരോപണമാണ്. മറിയം സ്വർഗത്തിലേക്ക് കരകയറി, ശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അസ്യൂംഡ് ടു ഹെവൻ, അസംഷൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ 4 വലിയ സൗഭാഗ്യങ്ങൾ ദൈവം കൊടുത്തതാണ് ഞാൻ പറഞ്ഞത്. മദർ ഓഫ് ഗാഡ്, ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, പെർപ്പച്വൽ വെർജിനിറ്റി ആൻഡ് അസംഷൻ. ഈ 4 കാര്യങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ മധ്യസ്ഥയാണെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആളുകൾ പലപ്പോഴും മറിയം ദൈവമാണെന്ന് പോലെ പെരുമാറുന്നു എന്ന് നമ്മളെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ഭക്തിയുടെയൊക്കെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആയിരിക്കാം.
പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതുപോലെ ചിലപ്പോൾ നമ്മൾ കൊന്ത ചെല്ലുന്നത് വളരെ വളരെ കൂടുതലാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മറിയം ഈശോയിലേക്കുള്ള വഴിയാണ്. മറിയം ഈശോയിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ കൊന്ത നമസ്കാരത്തിൻ്റെ അവസാനം ചെന്ന് മുട്ടുന്നത് കുരിശിലാണ്. മറിയം ഒറ്റയ്ക്ക് നമുക്ക് സ്വർഗം വാങ്ങിത്തരികയില്ല. ഈശോയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വഴി അമ്മ നമ്മളെ കാണിച്ച് തരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ കാനായിയുടെ കല്യാണ വിരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, അമ്മയുടെ മനസ്സിൻ്റെ ഔദാര്യം എത്ര വലുതാണ്, എത്ര ക്രൈസ്തവികമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അത്ഭുതമാണ്. ഞാൻ ഈ അത്ഭുതത്തെ വ്യാഖ്യാനിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേൾക്കുന്ന ഒരു അത്ഭുതമാണത്. 3-ാം ദിവസം കാനയിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശു, ശിഷ്യന്മാർ, ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച്, സഭയെയും യേശുവിനെയും ബലപ്പെടുത്തുന്നവളാണ് മറിയം. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അമ്മ അത്ഭുതം ചെയ്തതായിട്ട് അവിടെ ഒരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 1 തുടങ്ങി ഉള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. അവിടെ അമ്മ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അമ്മ ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അമ്മ ചെയ്തത് എന്താണ്? ഈശോയുടെ അടുക്ക പോയിട്ട് പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. അവരുടെ ഒരു സങ്കടം ഈശോയുടെ അടുത്ത് ഉണർത്തിക്കുകയാണ് അമ്മ ചെയ്തത്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഷീ ഈസ് എ മീഡിയേറ്റർ. മകന് അവർക്ക് വീഞ്ഞില്ല. ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അമ്മ എനിക്കും നിനക്ക് എന്താണ്? എൻ്റെ സമയം ഇനി ആയിട്ടില്ലല്ലോ. അമ്മ എനിക്കും നിനക്ക് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എൻ അഫെയർ ദാറ്റ് അഫക്ട്സ് അസ്. എന്നെയും നിന്നെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല, മിണ്ടാതിരുന്നുള്ളൂ നിനക്ക്. അമ്മ പറഞ്ഞു, അല്ല മോനെ, അവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കുടുംബത്തിലെ കല്യാണത്തിന് വിരുന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിരുന്നിലെ വിഭവങ്ങൾ കഴിഞ്ഞെന്ന് കേട്ടാൽ ആ കുടുംബം അനുഭവിക്കുന്ന സങ്കടവും സംഘർഷവും നാണക്കേട് എത്ര വലുതാണ്, എത്ര വലുതാണ്. അവിടെയാണ് അമ്മ ഇടപെടുന്നത്. മകനെ അവർക്ക് വീഞ്ഞില്ല. അമ്മ എനിക്കും നിനക്ക് എന്താണ്? എൻ്റെ സമയം ഇനി ആയിട്ടില്ലല്ലോ. ഇല്ല മോനെ, ഈ കുടുംബത്തിൻ്റെ കണ്ണുനീരിൽ നീ ഇടപെട്ടേ മതിയാകൂ, ഇടപെട്ടേ മതിയാകൂ. ഈശോ അമ്മയുടെ വാക്ക് കേട്ടു. അമ്മയുടെ അപേക്ഷ ഈശോ പരിഗണിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിന് സഭയിലുള്ള സ്ഥാനം എന്താണെന്നറിയാമോ? ഈശോയുടെ അടുക്കിലേക്ക് കയറുന്ന കോവണിയാണ്. ഈശോയിലേക്ക് നമ്മെ നയിക്കുന്ന കോവണിയാണ്. മറിയം മറിയത്തിൽ തന്നെ ഒന്നുമല്ല. മറിയം നമുക്ക് മാതൃകയാണ്, നമുക്ക് മധ്യസ്ഥയാണ്. പക്ഷെ മറിയം ഒരിക്കലും ഒരു അത്ഭുതം ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിയം ചെയ്യുകയില്ല. ഈശോയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ ശുശ്രൂഷയിൽ മറിയം സഹകാരിയാകുകയാണ്. ഈശോയുടെ ശുശ്രൂഷയിൽ മറിയം സഹകാരിയാണ്. ഞാനൊരു വൈദികനായിട്ട് ഇപ്പോഴും 43 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് കാസ് ഉയർത്തിയും പീലാസ് ഉയർത്തി ഞാൻ പറയുമ്പോൾ ഈ അപ്പത്തിലും ഈ കാസയിലും ഈശോ വന്ന് പിറക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ അധികാരം കൊണ്ടല്ല. അത് ദൈവം നടത്തുന്ന ഒരു അത്ഭുതമാണ്. ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഉപകരണമാകാൻ ഞാൻ കാരണമായി. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ദൈവമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല, ആരും പഠിപ്പിക്കുന്നില്ല, ആരും അങ്ങനെ കരുതരുത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ദൗത്യമുണ്ട്. ഈശോയുടെ ദൗത്യത്തിൽ ഈശോയെ ബലപ്പെടുത്തി, ഈശോയെ സഹായിക്കുക, ഈശോയുടെ അടുക്കിലേക്ക് മാധ്യസ്ഥയായിട്ട് നിൽക്കുക. മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. ആ
കുടുംബത്തിൻ്റെ കണ്ണുനീര്, ആ കുടുംബത്തിൻ്റെ കഷ്ടം, ആ കുടുംബത്തിൻ്റെ മാനക്കേട് അതമ്മ ഏറ്റെടുത്തിട്ട് ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് ഈശോയോട് പറയുകയാണ്. നോക്കൂ, ഈ കാനായിലെ കല്യാണ വിരുന്നിലെ ഒരു വാചകം എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. പരിചാരകരോട് അമ്മ എന്താ പറഞ്ഞേ? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവർ കൽഭരണികൾ വക്കുവോളം നിറച്ചു. അവരെന്തുമാത്രം വെള്ളം, എന്തുമാത്രം കൽഭരണികൾ കഷ്ടപ്പെട്ട് വക്കുവോളം നിറച്ച്, കൈ കഴുകാൻ വെച്ചിരുന്ന ജലം ഉണ്ടായിരുന്ന ഭരണികളാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കുടിക്കാൻ വെച്ച വെള്ളം ഉണ്ടായിരുന്ന ഭരണികളാണ്. അതൊക്കെ വക്കുവോളം നിറച്ചു. ഈശോ അതെല്ലാം ആശീർവദിച്ചു. എന്നിട്ട് കലവറ പ്രമാണിക്ക് കൊടുത്തു. കലവറ പ്രമാണി രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്, ഇത്ര മേൽത്തരം വീഞ്ഞ് നിങ്ങൾ വിഡ്ഢികളെ എവിടെ ഒളിച്ചു വെച്ചത്? ഇതല്ലേ ആദ്യം വിളമ്പേണ്ടത്? വിളിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെട്ടവരും ലഹരിയുടെ മൂക്കുമ്പോൾ അല്ലേ താഴ്ന്ന തരം വീഞ്ഞെടുക്കണ്ടേ? നിങ്ങൾ ഈ നല്ല തരം വീഞ്ഞ് എവിടെ സൂക്ഷിച്ചു വെച്ചു? അവിടെ പറയുന്ന അടുത്ത വാചകം എന്താണെന്നറിയാമോ? വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതെവിടെ നിന്ന് വന്നു എന്നറിയാൻ പാടില്ല. അവിടെ മറിയത്തെക്കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. മറിയത്തെക്കുറിച്ചൊരു വാക്ക് പോലും പറയുന്നില്ല. മറിയം ഈ സങ്കടം ഈശോയുടെ അടുക്കലെ അറിയിച്ചു. ഈശോയെ ഈ സങ്കടത്തിൽ പ്രചോദിപ്പിച്ചു. ഈശോയോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല, നീ സഹായിക്കണം, അവരെ താങ്ങണം, അവരെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മറിയത്തിൻ്റെ ദൗത്യം അതാണ്. മറിയത്തിൻ്റെ ദൗത്യം അതാണ്. കലവറ പ്രമാണി രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതെവിടെ നിന്ന്? വെള്ളം കൂരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല. അവിടെ അമ്മയെക്കുറിച്ചൊരു അക്ഷരം പറയുന്നില്ല. വെള്ളം കൂരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിയാൻ പാടില്ല. നമ്മൾ മറിയത്തിൻ്റെ മാതൃക കൊണ്ടാടുന്നത് നമുക്ക് മാതൃകയായിട്ടും മധ്യസ്ഥമായിട്ടുമാണ്. അമ്മ പലപ്പോഴും നമ്മൾ കൊന്ത ചെല്ലുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അമ്മേ നീയേ ഈശോയോട് പറഞ്ഞിട്ട് എനിക്കത് ചെയ്തു തരണമെന്നാണ് പറയുന്നത്. അമ്മേ നീ ഈശോയോട് പറഞ്ഞിട്ട് എനിക്കത് ചെയ്തു തരാനായിട്ട് ഇടയാക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അമ്മ നിനക്കതിന് കഴിയും, നിനക്ക് കഴിയും. എന്തിനാണ്? ഈശോയെ ബലപ്പെടുത്താൻ, ഈശോയെ ഓർമ്മപ്പെടുത്താൻ, ഈശോയെ പ്രചോദിപ്പിക്കാൻ നിനക്ക് കഴിയും. അത് എനിക്ക് തോന്നുന്നേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്. മറിയം ദൈവമല്ല, മറിയം മാതൃകയാണ്, മറിയം മധ്യസ്ഥയാണ്. മാതൃകയാണ്, അവൾ മധ്യസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറിയത്തോടുള്ള ഭക്തി എത്ര അതിരുവിട്ട് പ്രകടിപ്പിച്ചാലും, മറിയത്തെ ദൈവമാക്കുന്നതിനെ തുല്യമാക്കുന്നു എന്ന് ആളുകൾക്ക് തോന്നിയാലും നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. സഭ അത് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മറിയം മനുഷ്യ സ്ത്രീയാണ്, പക്ഷെ നമുക്ക് മാതൃകയാണ്. അവൾ നമുക്ക് മധ്യസ്ഥയാണ്. ആ വീഞ്ഞ് ആ കുടുംബത്തെ രക്ഷിച്ചു. ആ കുടുംബത്തെ അവരുടെ സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേരെ സങ്കടങ്ങളിൽ രക്ഷിക്കാനായിട്ട് മാതാവിൻ്റെ മാതൃക കാരണമാകണം. മാതാവിൻ്റെ മാതൃക കാരണമാകണം. എനിക്ക് എല്ലാ മാസവും കൊന്ത അയച്ചു തരുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിൽ ഈ കൊന്ത ഉണ്ടാക്കുന്നത് തളർന്നു കിടക്കുന്ന, അതായത് കാലുകളൊക്കെ തളർന്ന് കിടന്ന് നടക്കാൻ പറ്റാത്ത ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചി ഉള്ള സമയം മുഴുവൻ കൊന്ത ചൊല്ലി കൊന്ത കെട്ടി അയച്ചു തരുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ കൊന്ത എനിക്ക് അയച്ചു തരുന്നത്? അപ്പോൾ അവരെന്നോട് പറയാറുണ്ട്, ഞാൻ അമ്മ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മകനെ അവർക്ക് വീഞ്ഞില്ല, നീ ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ കൊന്ത കെട്ടുമ്പോഴൊക്കെ ഓരോ രഹസ്യത്തിലും ഈ കൊന്ത കെട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ കെട്ടിയ കൊന്ത ഒന്നിനും കാശിന് വാങ്ങിക്കാറില്ല. ഞാനത് വെറുതെ കൊടുക്കുകയാണ്. ഈ കൊന്ത സ്വീകരിക്കുന്ന എല്ലാവരും മറിയത്തിലൂടെ ഈശോയിലേക്ക് വരണം.
അതുകൊണ്ട് തന്നെ ഈ മറിയത്തോടുള്ള നമ്മുടെ ഭക്തി അത് വൈകാരികമാണ്, അത് വളരെ വളരെ വൈകാരികമാണ്. പക്ഷേ ആ വൈകാരികതയിൽ നമ്മൾ മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട വലിയൊരു സത്യമുണ്ട്, മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട വലിയൊരു സത്യമുണ്ട്. മറിയം ദൈവമല്ല, ദൈവത്തിൻ്റെ മാതാവാണ്, ഈശോയുടെ മാതാവാണ്. മറിയം ഈശോയിലേക്ക് നമ്മെ വഴി നടത്തുന്ന മാതൃകയാണ്. മറിയത്തിൻ്റെ നന്മകൾ നമുക്ക് കൈക്കൊള്ളാൻ കഴിയട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ നിന്നു. എത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ നിന്നു. കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ, എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണിത്. എത്രയോ മനുഷ്യർ കുരിശിൻ്റെ താഴെ നിൽക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കുന്നുണ്ട്. എത്രയോ മനുഷ്യർ കുരിശിൻ്റെ താഴെ നിൽക്കാനായിട്ട് മാതാവിൻ്റെ മാതൃക നമ്മെ സഹായിക്കുന്നുണ്ട്, നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്, നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുരിശിൻ്റെ താഴെ നിൽക്കുന്ന മറിയം നമുക്ക് നൽകുന്ന വലിയ ഒരു ഔദാര്യമുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകിയത് നമുക്ക് മാതൃകയാണ്. ഈ കാലഘട്ടത്തിലെ മാതാവാകാനും അപ്പനാകാനും ഇഷ്ടമില്ലാത്ത ദമ്പതികളുണ്ടെന്നാണ് പറയുന്നത്. ചിലർ കല്യാണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്, ചിലർ കല്യാണം കഴിക്കും മക്കൾ വേണ്ടെന്ന് പറയുന്നവരുണ്ട്, ചിലർ മക്കളുടെ കാര്യത്തിൽ ലുപ്തം പിടിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ജീവൻ്റെ സമൃദ്ധി മറിയം നമുക്ക് മധ്യസ്ഥയാണ്. എൻ്റെ അടുക്ക വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞാൻ അവർക്ക് ഒരു കൊന്ത കൊടുത്തിട്ട് പറയാറുണ്ട്, നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് മക്കളെ കിട്ടും. ജീവൻ്റെ സമൃദ്ധി, ജീവൻ്റെ സമൃദ്ധി. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറിയത്തിലെ അവർക്കൊക്കെ ദൈവാനുഗ്രഹം കിട്ടും. അമ്മ നമുക്ക് വാങ്ങിത്തരുന്ന വേറെ വലിയൊരു കൃപയാണ് രോഗശാന്തി. നിങ്ങൾ ലൂർദിലും ഫാത്തിമയിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, അവിടെ നടക്കുന്ന രോഗശാന്തികൾ എത്ര വലുതാണ്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. രോഗശാന്തികളെല്ലാം നടക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിൻ്റെ സമയത്തും പരിശുദ്ധ കുർബാനയുടെ പ്രദർശനത്തിൻ്റെ സമയത്തുമാണ്. അമ്മ വഴിയാണ് നടക്കുന്നത്. അമ്മ നമ്മളെ ഈശോയിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലും പരിശുദ്ധ കുർബാനയുടെ പ്രദർശനത്തിലുമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് നമ്മളെ വഴി നടത്തുന്നു, ഈശോയിലേക്ക് വഴി നടത്തുന്നു. ഈശോയുടെ പ്രസംഗം കേൾക്കാനായിട്ട് പരിശുദ്ധ അമ്മ വന്നത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ അമ്മ സുവിശേഷം കേൾക്കാൻ ഏറ്റവും ഒടുവിൽ പിന്നാമ്പുറത്ത് കാതുകോർത്ത് നിൽക്കുന്ന സമയത്ത് ചിലർ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ ഇവിടെ നിൽപ്പുണ്ട്, എൻ്റെ അമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഈശോ തൻ്റെ അമ്മയ്ക്ക് കൊടുത്തൊരു ഡെഫിനിഷനുണ്ട്. ഒരുപക്ഷെ മരിയ ഭക്തിയുടെ സൂത്രവാക്യം അതാണ്. ഈശോ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ദൈവത്തിൻ്റെ വചനം ആര് കേൾക്കുന്നുവോ, അതനുസരിച്ച് ആര് ജീവിക്കുന്നുവോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം മാംസമായതാണ് ഈശോ. ആ വചനം മാംസമാകാൻ എനിക്കും നിങ്ങൾക്കും മാതൃകയാണ് മറിയം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ എന്നും ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാംസം കൊടുക്കാൻ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാംസം കൊടുക്കാൻ കാരണക്കാരാകണം. നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തി ഈശോയിലേക്കുള്ള ഒരു വഴിയാണ്. ഈശോയിലേക്ക് നമ്മെ കൈപ്പിടിച്ച് നടത്തുന്നൊരമ്മ, ഈശോയുടെ അടുത്ത് നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിയിക്കുന്ന അമ്മ. അതുകൊണ്ട് ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കൈക്കൊള്ളാം. ജപമാലയിൽ നമുക്ക് നല്ല ഭക്തി ഉണ്ടാകണം. ജപമാല മനോഹരമായിട്ടുള്ള മരിയൻ പ്രയറല്ല, ക്രിസ്റ്റോളജിക്കൽ പ്രയറാണ്. രഹസ്യങ്ങളെല്ലാം തന്നെ ക്രിസ്റ്റോളജിക്കൽ രഹസ്യങ്ങളാണ്. നമുക്ക് മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ
കുറേ കൂടെ നമ്മുടെ ക്രൈസ്തവ വ്യക്തിത്വം ആധികാരികമാക്കാനും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാക്കാനും സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.